ന്യൂസിലേക്ക് സ്വാഗതം. കോട്ടയം ഇരട്ട കൊലപാതകം. ശ്രീ വിജയകുമാറും ഡോക്ടർ മീര അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു അസാം സ്വദേശിയായ വ്യക്തിയിൽ നിന്നും മാരകമായ പരിക്കുകളേറ്റ് മരണപ്പെട്ട വിവരം കേരളത്തെ മുഴുവൻ ഞടുക്കിയ സംഭവമാണ്. ഒരു സമ്പന്ന കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിക്ക് സംഭവിച്ച, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച, 7 വർഷം മുമ്പ് അദ്ദേഹത്തിൻ്റെ മകന് സംഭവിച്ച ഈ മർഡർ ഒക്കെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഷോക്കിംഗ് ന്യൂസായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ശ്രീ വിജയകുമാറിൻ്റെയും ഭാര്യയുടെയും ശവസംസ്കാരം കോട്ടയത്ത് നടന്നത്. ന്യൂസ് പ്ലസ് ടീം കോട്ടയത്ത് ഈ വീട്ടിൽ എത്തുകയും ശവസംസ്കാര ചടങ്ങുകളൊക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൽ ആ ദൃശ്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. എഡിറ്റിംഗ് ഇല്ലാതെ തന്നെ ആ ദൃശ്യങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ന്യൂസ് പ്ലസ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഇതുമായി അനുബന്ധിച്ചിട്ടുള്ള ചില എപ്പിസോഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ആ എപ്പിസോഡുകളിൽ ഈ വീടിനെ സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ വീട്ടിലെ കാവൽക്കാരൻ, ഈ വീട്ടിലെ വേലക്കാരി, ഈ വീട്ടിൽ ഇപ്പോൾ മയങ്ങിക്കിടക്കുന്ന ഈ കാവൽ നായ തുടങ്ങി ഈ വീടിൻ്റെ എല്ലാ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ വീഡിയോസ് നേരിട്ട് ഷൂട്ട് ചെയ്തതാണ്. ഒരു കോപ്പിയും ചെയ്യാതെ നേരിട്ട് ഈ കോമ്പൗണ്ടിനകത്ത് കഴിഞ്ഞ ദിവസം ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ ഞങ്ങളുടെ ടീം ഷൂട്ട് ചെയ്തതാണ്. ഈ വാതിലിൽ എങ്ങനെയാണ് ഈ അസാം സ്വദേശി കടന്നു കയറാൻ ഇടയായത് എന്നും അതിനെ സംബന്ധിച്ചിട്ടുള്ള മറ്റ് വിവരങ്ങൾ എന്താണെന്നും ഈ കോമ്പൗണ്ടിനകത്ത് പൂക്കളെയും മരങ്ങളെയും ഒക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വിജയകുമാർ നട്ടു വളർത്തിയ ഈ പൂക്കളെയും നട്ടു വളർത്തിയ ചെടികളെയും മരങ്ങളെയും കുറിച്ചിട്ടുള്ള വിവരങ്ങളും ഈ വീടിൻ്റെ പരിസരവും ഒക്കെ പൂർണ്ണമായും ചിത്രീകരിച്ച വീഡിയോസ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് വളരെ സങ്കടകരമായ ആ ശവസംസ്കാര ചടങ്ങ് നിങ്ങൾ കാണുക. ആരെയും വേദനിപ്പിക്കും. അദ്ദേഹത്തിൻ്റെ മകൾ അമേരിക്കയിൽ നിന്നും എത്തുന്നതിന് വേണ്ടിയാണ് ശവസംസ്കാര ചടങ്ങുകൾ ഇത്രത്തോളം മാറ്റിവെച്ചത്. അത് ഇന്നലെ നടന്നു. ഇന്നലെ ഞങ്ങളുടെ ടീം ആ വീട് സന്ദർശിച്ചു. ശവസംസ്കാര ചടങ്ങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുക. ഇതാണ് കോട്ടയം തിരുവാതുക്കലിന് സമീപമുള്ള ശ്രീവത്സം വീട്ടിലേക്ക് പോകുന്ന വഴി. ഈ അമ്പലത്തിൻ്റെ സമീപമുള്ള 62 സെൻറ്റ് സ്ഥലത്തിലാണ് കൂറ്റൻ മണിമാളികയായ ശ്രീവത്സം സ്ഥിതി ചെയ്യുന്നത്. ഈ മതിൽ കാണുന്നതെല്ലാം ആ വീടിൻ്റെ കോമ്പൗണ്ട് വാളുകളാണ്. ഇവിടുത്തെ ഗേറ്റുകൾ ഇന്ന് 27/4/2025 തുറന്നു കിടക്കുകയാണ്. ഇവിടെ ഇന്നാണ് ശ്രീ വിജയകുമാറിൻ്റെയും ഭാര്യ ഡോക്ടർ മീരയുടെയും ശവസംസ്കാരം നടക്കുന്നത്. ഗേറ്റിന് മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പോസ്റ്റർ പതിച്ചിട്ടുണ്ട്. ഗേറ്റുകൾ രണ്ടും മലർക്കെ തുറന്നു കിടക്കുന്നു. ഇവിടേക്ക് ശവസംസ്കാരത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇന്ന് ന്യൂസ് പ്ലസ് ടീം പൂർണ്ണമായും ഈ ശവസംസ്കാര ക്രിയകളെല്ലാം പകർത്തുന്നതിന് വേണ്ടി ഈ വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ തന്നെ ഈ വീട്ടിൽ ഇന്ന് അന്ത്യകർമ്മങ്ങൾ നടക്കുന്ന ചടങ്ങുകളെല്ലാം ഞങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവെക്കുകയാണ്. 13 മിനിറ്റോളം നീളുന്ന ഈ അന്ത്യകർമ്മങ്ങളൊക്കെ തന്നെ വീട്ടിനുള്ളിൽ നടക്കുമ്പോൾ അവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ ഒന്നും വിട്ടുപോകാതെ പകർത്തുകയാണ്. വീടിൻ്റെ സ്വീകരണ മുറിയിലാണ് 2 ഡെഡ് ബോഡികളും ഇപ്പോൾ ഉള്ളത്. മൊബൈൽ മോർച്ചറിയിൽ തന്നെ ഇപ്പോഴും ഇത് സൂക്ഷിച്ചിരിക്കുകയാണ്. കൊലപാതകം നടന്നതിന് ശേഷം മകൾ അമേരിക്കയിൽ നിന്നും തിരിച്ചു വരുന്നതിന് വേണ്ടിയാണ് ഇത്ര ദിവസം താമസിപ്പിച്ചത്. മകൾ ഇന്നെത്തി. തുടർന്ന് അന്ത്യകർമ്മങ്ങൾ
ആരംഭിക്കുകയുമാണ്. കോട്ടയത്തെ പല പ്രമുഖ വ്യക്തികൾ ഉൾപ്പെടെ നിരവധി ആളുകൾ ഈ വീട്ടിൽ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ മോർച്ചറിയിൽ വിജയകുമാറിൻ്റെ സമീപം തന്നെ ഭാര്യ ഡോക്ടർ മീരയുടെ മൃതശരീരവും ഉണ്ട്. മോർച്ചറിക്ക് പുറത്ത് നമുക്ക് ഇവർ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ പിന്നീട് കാണാവുന്നതാണ്. ഇപ്പോൾ മോർച്ചറിക്കുള്ളിൽ കിടത്തിയിരിക്കുന്ന ഈ മൃതദേഹങ്ങൾ കാണുക. ഡോക്ടർ വിജയകുമാറിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിൻ്റെ കണ്ണട വച്ചിട്ടുണ്ട്. ഭാര്യ ഡോക്ടർ മീരയുടെ കണ്ണിലും കണ്ണട വച്ചിട്ടുണ്ട്. പുറത്ത് പോർട്ടിക്കോവിൽ ആളുകൾ വന്നവരിൽ ചിലരൊക്കെ കൂടി നിൽപ്പുണ്ട്. അവരൊക്കെ സമീപവാസികളും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുമാണ്. എന്നാൽ ആദ്യം പകൽ വലിയ തിരക്ക് ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ആളുകൾ അറിഞ്ഞ് വരാൻ തുടങ്ങിയത്. വൈകുന്നേരം 3 മണിക്കാണ് അവസാന കർമ്മങ്ങൾ നടത്തുക എന്ന് അറിയിച്ചതിനെ തുടർന്നാണ്. ഈ നിൽക്കുന്ന ലയൺ ഷർട്ടുകാരൻ ഇപ്പോൾ നിങ്ങൾ കണ്ട് മറഞ്ഞ ആളാണ് സെക്യൂരിറ്റിക്കാരൻ. അദ്ദേഹവും ഇവിടെ എത്തി ഈ അന്ത്യകർമ്മങ്ങൾക്ക് നിൽക്കുന്നുണ്ട്. ഈ നിൽക്കുന്ന ഡിസൈൻ ഷർട്ടുള്ള അരക്കൈ ഷർട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിനെ പിന്നീട് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. കണ്ടാൽ വളരെ ദുർബലനായ ഒരു സാധു മനുഷ്യനാണ് ഇദ്ദേഹം. ഒരു തമിഴ്നാട്ടുകാരനാണ്. ഇദ്ദേഹത്തിനെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വിശദമായി പറയാം. ഇതാ ഇപ്പോൾ ഈ മഞ്ഞ ഷർട്ടിട്ട് കസേരയിൽ ഇരിക്കുന്ന ആളാണ്. മൊബൈൽ മോർച്ചറിയിൽ ഈ വീടിൻ്റെ സ്വീകരണ മുറിയിലാണ് ഇപ്പോൾ 2 ഡെഡ് ബോഡീസിനും ഉള്ളത്. നിലവിളക്കുകൾ 2 കൊളുത്തി വച്ചിട്ടുണ്ട്. ഇതാണ് ഡോക്ടർ മീരയുടെ ഡെഡ് ബോഡി. അവരും കണ്ണറ വച്ചിട്ടുണ്ട്. ആചാരപ്രകാരമുള്ള മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഈ മോർച്ചറിക്ക് സമീപം വച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നമുക്ക് സത്യമായും സങ്കടം തോന്നും. രാജകീയമായി ജീവിച്ച ഒരു വലിയ വ്യവസായിയാണ് കൊല്ലപ്പെട്ട് കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെ മുമ്പുണ്ടായിരുന്ന വ്യക്തി, അതിനു മുമ്പ് ഇന്ദ്രപ്രസ്ഥം എന്ന വിജയകുമാറിൻ്റെ ഹോട്ടലിൽ ഉണ്ടായിരുന്ന 23കാരനായ അസാം സ്വദേശി അമിത് ഒറാങ്ങാണ് ഈ 2 വ്യക്തികളെയും കൊലപ്പെടുത്തിയത്. വൈരാഗ്യത്തിൻ്റെ പേരിലാണ് കൊലപ്പെടുത്തിയത് എന്നാണ് അയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ ഇനി വരുന്ന എപ്പിസോഡിൽ ഞങ്ങൾ വിവരിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ പൂർണ്ണമായ ചിത്രങ്ങളും ഈ വീട്ടിൽ അവശനായി കിടക്കുന്ന പട്ടിയുടെ ചിത്രവും ഈ വീട്ടിലുണ്ടായിരുന്ന വേലക്കാരിയുടെ ചിത്രവും ഈ സെക്യൂരിറ്റിക്കാരൻ്റെ ചിത്രവുമൊക്കെ ഞങ്ങൾ അടുത്ത ദിവസം എപ്പിസോഡുകളിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മോർച്ചറിയിൽ നിന്നും ഡെഡ് ബോഡി പതിയെ എടുത്ത് നിലത്ത് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി കിടത്തുകയാണ്. കസവ് വേഷ്ടി ധരിച്ച് വിജയകുമാർ അന്ത്യയാത്രയ്ക്കായി തൻ്റെ വീട്ടിൽ കിടക്കുന്നു. അദ്ദേഹത്തിൻ്റെ സമീപം തന്നെ ഇപ്പോൾ ഭാര്യയെയും എടുത്ത് കിടത്തിയേക്കും. പൂക്കൾ വിതറിയ ചുവന്ന തുണിയുടെ മുകളിൽ ഡോക്ടർ മീരയെയും കിടത്തി. തൊട്ടടുത്ത് തന്നെ ഭാര്യയും ഭർത്താവും അന്ത്യനിദ്രയിലാണ്. ഏതാനും നിമിഷങ്ങൾ കൂടി കഴിയുമ്പോൾ ഇവരുടെ മൃതദേഹങ്ങൾ ചിതയിൽ കത്തിയമരും. അവശേഷിക്കുന്ന ഏക മകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ്
ഇത്ര ദിവസവും ഈ ഡെഡ് ബോഡി സൂക്ഷിച്ച് വെച്ചത്. വരുന്നവരെല്ലാം മകളെ കണ്ട് അനുശോചനം പറയുന്നുണ്ട്. ആളുകൾക്ക് അത് മാത്രമല്ലേ ചെയ്യാൻ കഴിയുകയുള്ളൂ. മകൻ ഗൗതം 7 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു, അഥവാ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. അതിനുശേഷം ശ്രീവത്സത്തിൽ സന്തോഷങ്ങളെ ഇല്ലായിരുന്നു. ഒരു ഭാര്യയും ഭർത്താവും മാത്രം മുഖത്തോട് മുഖം നോക്കിയാണ് ഇവിടെ ഇത്ര നാളുള്ള ജീവിതം ജീവിച്ച് തീർത്തത്. പകപോക്കലിൻ്റെ കഥയാണ് ഇപ്പോൾ ഈ ശ്രീവത്സത്തിൽ നമ്മൾ കേൾക്കുന്നത്. ആളുകൾക്കിടയിൽ നിൽക്കുന്ന ആ മഞ്ഞ ഷർട്ടുകാരനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉയരം അധികമില്ലാത്ത വ്യക്തി. അദ്ദേഹമാണ് ഈ വീട്ടിലെ സെക്യൂരിറ്റിക്കാരനായ വ്യക്തി. മന്ത്രിമാരൊക്കെ ഇവിടെ വന്നു പോയി കഴിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA ഇപ്പോൾ വീട്ടിലെത്തി ഈ മൃതശരീരത്തിനടുക്കൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം മകളെയും ആശ്വസിപ്പിക്കാൻ നേരത്തെ തന്നെ വന്നിരുന്നു. അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ബന്ധുക്കൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് മകൾ. ഈ മകളായിരുന്നു അമേരിക്കയിൽ ഉണ്ടായിരുന്നത്. അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി എത്തിയതാണ് ഈ മകൾ. ഈ മകളും അദ്ദേഹത്തിൻ്റെ ഈ വരുന്ന അനുജൻ കൂടിയാണ് ഈ അന്ത്യകർമ്മങ്ങളൊക്കെ നടത്തുന്നത്. അതിനുവേണ്ടി പ്രധാന പൂജാരിയും എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിലാണ് മറ്റ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ നടക്കുന്നത്. അദ്ദേഹം നിർദ്ദേശിക്കുന്നതനുസരിച്ച് വിജയകുമാറിൻ്റെ അനുജൻ ആചാരങ്ങൾ ചെയ്യുന്നു. സങ്കടങ്ങൾ മാത്രമാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. വന്നവരൊക്കെ തന്നെ ആ മൃതശരീരത്തിൻ്റെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ടാണ് പോയത്. പലരും പോയതിനു ശേഷവും അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടി തിരിച്ച് വന്നിരുന്നു. തൊട്ടയൽക്കാരും സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ഉണ്ട്. വിജയകുമാറിൻ്റെ സഹോദരിമാർ രാവിലെ മുതലേ ഈ ഡെഡ് ബോഡിക്ക് സമീപം ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള നേതൃത്വം നൽകുന്നുമുണ്ട്. എല്ലാവരും വേദനയോടും നിസ്സഹായതയോടും കൂടിയാണ് ഇതെല്ലാം കാണുന്നത്. ഒരു വലിയ മണിമാളികയുടെ സ്വീകരണ മുറിയിൽ ഇപ്പോൾ ഡോക്ടർ മീരയും ഭർത്താവ് വിജയകുമാറും അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിക്കിടക്കുകയാണ്. ആ വീടിൻ്റെ പോർട്ടിക്കോവിൽ ആളുകളെല്ലാം കൂടി നിൽക്കുന്നുണ്ട്. കുറച്ചുപേർ ശവസംസ്കാര ചടങ്ങുകൾ കാണാൻ അകത്ത് കയറിയിട്ടുണ്ട്. വീടിന് സമീപമുള്ള ഈ വാഴത്തോപ്പ് കുറച്ച് വാഴകൾ നട്ടിട്ടുണ്ട്. അതിൻ്റെ സമീപത്ത് കൂടി കുറച്ച് അകത്തേക്ക് നടക്കുമ്പോൾ നമുക്ക് അന്ത്യകർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം വീടിൻ്റെ സമീപം എടുത്തു വച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ ഈ വീടിൻ്റെ ഭാഗത്തുകൂടി പിന്നിലേക്ക് പോകുമ്പോൾ അവിടെയാണ് ഇലക്ട്രിക് ശ്മശാനം തന്നെ ഈ ശവസംസ്കാര ചടങ്ങിനു വേണ്ടി കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുന്നത്
നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് വിജയകുമാറും ഭാര്യയും ചിതയിൽ എരിഞ്ഞടങ്ങാൻ പോകുന്നത്. ഇവിടെ ഇലക്ട്രിക് ശ്മശാനം നിങ്ങൾക്കിപ്പോൾ കാണാം. ഈ വാഴത്തോപ്പ് കടന്ന് കുറച്ച് അകത്തേക്ക് പോകുമ്പോൾ ഇവിടെ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. പൂക്കളൊക്കെ വിതറിയ പ്രൈവറ്റ് ഇലക്ട്രിക് ക്രിമിറ്റോറിയം എന്ന് പറയാം. ഇവിടെ വിജയകുമാറും ഭാര്യയും അല്പസമയത്തിനുള്ളിൽ മൃതശരീരങ്ങളായി എത്തും. പിന്നീട് ഈ ചിതയിലെ തീഗോളങ്ങൾ അവരെ ഏറ്റുവാങ്ങും.